തെക്കൻ ഇക്വഡോറിലുണ്ടായ ഭൂകമ്പത്തിൽ 12 മരണം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ റിക്ടർ സ്കെയിലിൽ 6.8 തീവ്രത രേഖപ്പെടുത്തി. പെറു അതിർത്തിക്കടുത്താണ് ഭൂചലനമുണ്ടായത്. ഇന്നും നാളെയും കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കി. ഇടിമിന്നൽ ഏൽക്കുന്നത് ഒഴിവാക്കുന്നത് സംബന്ധിച്ച മുന്നറിയിപ്പാണ് പ്രധാനം. തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുന്നത് ഒഴിവാക്കുക, ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി വിച്ഛേദിക്കുക, വൈദ്യുതി ഉപകരണങ്ങളുമായി നേരിട്ടുള്ള സാമീപ്യം ഒഴിവാക്കുക എന്നിവയാണ് ജാഗ്രതാ നിർദ്ദേശത്തിൽ ഉള്ളത്. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ അഡ്വാൻസ്ഡ് സ്ട്രോക്ക് ലൈഫ് സപ്പോർട്ട് കോഴ്സ് കോഴിക്കോട് ആസ്റ്റർ മിംസിൽ തുടങ്ങി. മസ്തിഷ്കാഘാത ചികിത്സാ രംഗത്ത് ലോകത്തെ ഏറ്റവും നൂതനമായ ചികിത്സാ സംവിധാനങ്ങളിൽ പരിചയസമ്പത്ത് കൈവരിക്കാൻ ഉതകുന്ന രീതിയിൽ സജ്ജീകരിക്കപ്പെട്ടതാണ് ഈ കോഴ്സ്. ഇന്ത്യയിലെ പ്രമുഖ ആശുപത്രിയിലെ ഡോക്ടർമാരും സ്ട്രോക്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നഴ്സിംഗ് ജീവനക്കാരുമാണ് 3 ദിവസങ്ങളിലായി നീണ്ടുനിന്ന കോഴ്സിൽ പങ്കെടുത്തത്.